ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻടു വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് സ്വദേശ് മെക്ക കിസ്സുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോടാണ് പറയാനുള്ളത്, നമ്മളുടെ വീഡിയോസിൽ ഓരോ വീഡിയോയിലും നമ്മൾ ഒരു ബോണസ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 2 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിന്നർ ആരാണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനം അതുപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ വിന്നേഴ്സ് ആരാണെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ആൻഡ് മാക്സിമം എല്ലാവരും ഈ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾ എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ നമുക്ക് സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 563. ദേശീയ പതാകയെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ഏത്? ഉത്തരം 1947 ജൂലൈ 22. സാരേ ജഹാം സെ അച്ഛാ എന്ന ഗാനം രചിച്ചത് ആര്? ഉത്തരം മുഹമ്മദ് ഇഖ്ബാൽ. മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? ഉത്തരം ആനി ബസന്റ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഏത്? ഉത്തരം 1857. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏത്? ഉത്തരം അഞ്ചുതെങ്ങ് കലാപം 1697. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഉത്തരം ആറ്റിങ്ങൽ കലാപം 1721. ഗാന്ധിജി തൻ്റെ എത്രാമത്തെ വയസ്സിലാണ് ദണ്ഡിയാത്ര നടത്തിയത്? ഉത്തരം 61ാമത്തെ വയസ്സിൽ. ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജിയുടെ ജന്മസ്ഥലം. മൗലാന അബ്ദുൽ കലാം ആസാദ് സ്ഥാപിച്ച പത്രം ഏത്? ഉത്തരം അൽ ഹിലാൽ. ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേരെന്ത്? ഉത്തരം പുത്ലിബായി. ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരെന്ത്? ഉത്തരം കരംചന്ദ് ഗാന്ധി. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്ത്? ഉത്തരം കസ്തൂർബ ഗാന്ധി. ഗാന്ധിജി വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു?
ഉത്തരം 13 വയസ്സ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ ആത്മകഥ ഏതു ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം ഗുജറാത്തി ഭാഷയിൽ. 1948 ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറലായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരായിരുന്നു? ഉത്തരം രാജഗോപാലാചാരി. സബർമതി ആശ്രമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അഹമ്മദാബാദ്. ഉപ്പുനിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്ര ഏത്? ഉത്തരം ദണ്ഡിയാത്ര 1930. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഉത്തരം 5 തവണ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏത്? ഉത്തരം ബോംബെ സമാചാർ. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വി.ഡി. സവർക്കർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഉത്തരം ഖുദീറാം ബോസ്. 1857 വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം ജോൺ ലോറൻസ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം? ഉത്തരം 1920 ആഗസ്റ്റ് 18 ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണാർത്ഥാണ് അദ്ദേഹം ആദ്യമായിട്ട് കോഴിക്കോടെത്തിയത്. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം 1901 കൊൽക്കത്ത സമ്മേളനം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമായ വ്യക്തി ആര്?
ഉത്തരം കാനിങ് പ്രഭു. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമത്തിൻ്റെ പേരെന്ത്? ഉത്തരം ടോൾസ്റ്റോയ് ഫാം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ഒന്നാമത്തെ ആശ്രമത്തിൻ്റെ പേരെന്ത്? ഉത്തരം ഫീനിക്സ് ആശ്രമം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മുന്നത്തെ വീഡിയോയിൽ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വിന്നറാവാൻ പറ്റാത്തതിൽ ആരും വിഷമിക്കൊന്നും വേണ്ട, അടുത്ത ചിലപ്പോൾ നിങ്ങളായിരിക്കാം. അപ്പോൾ എല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്യാം. അപ്പോൾ എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ വിന്നറാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ അപ്പോൾ ഞാൻ ഗൂഗിൾ സെലക്ടർ വഴിയാണ് കമൻറ്റിൽ നിന്നും 2 പേരെ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണെന്നായിരുന്നു ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ചൊവ്വ അല്ലെങ്കിൽ മാർസ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 2 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിന്നേഴ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇമെയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിലോട്ട് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണെന്നാണ്. വളരെയധികം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്യാം. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.